വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഓക്കെ, ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കോച്ചിങ് ഫീൽഡിലൊക്കെ തന്നെ കോച്ചിങ് ഫീൽഡിൽ എന്ന് പറയുമ്പം കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ നാട്ടിലിപ്പോൾ അത് എത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലിപ്പോഴും കുറേ പിന്നിലാണ്. എങ്കിൽ കൂടി ഒരു ആഗോള തലത്തിൽ നമ്മൾ കോച്ചിങ്ങിനെ സമീപിക്കുമ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ് ആണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ളത്. നമുക്ക് പല തരത്തിലുള്ള ബോധമണ്ഡലങ്ങളുണ്ട്. ഈ വേർഡൊക്കെ ഞാൻ പലപ്പോഴും യൂസ് ചെയ്ത് പോകാറുണ്ട് എന്നുള്ളതാണ്. അപ്പം പലതരത്തിലുള്ള ബോധമണ്ഡലം, പലതരത്തിലുള്ള കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ പല തരത്തിലുള്ള IQ, EQ, CQ എന്നൊക്കെ പറഞ്ഞ പല കോഷ്യൻറ്റുകളുണ്ട്. ഇപ്പം IQ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. IQ ടെസ്റ്റ്, ഐൻസ്റ്റീൻ്റെ IQ ഇത്രയായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ IQ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്ക് അനാലിറ്റിക്കൽ തിങ്കിങ്ങിന്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ നല്ല IQ ആണ്. അപ്പം തിങ്കിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളിലെ ബ്രെയിനിൻ്റെ ഒരു ഏരിയയാണ് IQ എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻറ്റും ഇൻ്റലിജൻസ്, IQ ഇൻ്റലിജൻസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഇമാജിനേഷനും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ നമ്മുടെ EQ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ചില ആളുകൾ ഭയങ്കര IQ ഉള്ളവരായിരിക്കും. പക്ഷേ IQ ഉള്ളവർക്ക് പലപ്പോഴും ഒരു കാര്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഫീലിംഗ് പാർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പാർട്ട് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ IQൻ്റെയും EQൻ്റെയും ഇൻ്റഗ്രേഷനാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ രണ്ട് ബ്രെയിനിൻ്റെയും ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, പണ്ട് മുതലേ ഇപ്പോൾ ഫൈസിൽ നിന്ന് തുടങ്ങുമ്പം റിപ്പബ്ലിക് ഡേനെ പറ്റിയിട്ടും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ടും ലോകത്തിൽ തന്നെ ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ്റെ വിസ്ഡം കൊണ്ടാണെന്നും ഒരുപാട് വേദങ്ങളും അതിൽ തന്നെ മനുഷ്യൻ മറ്റുള്ള നാടുകളിലൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി ഇവോൾവ് ചെയ്ത് എക്സിസ്റ്റൻസിനും സർവൈവലിനും വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിലേക്ക് ഈ ലൈഫിൻ്റെ മീനിങ് എന്താണ് ഗോഡ്ലി വൈബ്രേഷൻ, എന്താണ് ദൈവം, എന്താണ് പ്രപഞ്ചം എന്നതിൻ്റെയൊക്കെ അന്വേഷണങ്ങളിലേക്ക് വളരെ മുന്നേ തന്നെ കടന്നു പോയിട്ട് ശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വേദിക് കോൺട്രിബ്യൂഷൻസ്, വിസ്ഡംസ് കൊടുത്തിട്ടുള്ള ഒരു ഇടമാണ് നമ്മുടെ മഹാരാജ്യം എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പം ശാസ്ത്രമൊക്കെ വളരുന്നതിന് മുന്നേ തന്നെ കണക മഹർഷിയെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു പേരിടാനൊന്നും ആളില്ലാത്തത് കൊണ്ട് അതിന് വേറെ പല വേദിക് ടെർമിനോളജീസും നെയിമുകളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സയൻസ് തന്നെ ഒരുപാട് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് തന്നെ ന്യൂറോ സയൻസിലൊരു ഡിസ്കഷൻ ഏരിയ ഉണ്ട്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് മീൻസ് ഒരാൾ അയാളുടെ ആന്തരിക മീനിങ്ങിലേക്ക് കടന്നു ചെല്ലുമ്പം ഇൻറ്റേർണൽ മീനിങ് കണ്ടെത്താനുള്ള സ്പിരിച്വൽ ജേണി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ എന്താണ് ഈ ലോകം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ മീനിങ് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കോമൺ സ്പേസിൽ നിന്നിട്ട് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ചുറ്റുപാട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കളക്റ്റീവായിട്ട്, കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചിട്ട് ആളുകൾ തുടങ്ങുമ്പോൾ ആ തലത്തിലൂടെ ഒരാൾ ചിന്തിച്ചു പോകുമ്പോൾ അയാളുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യുന്ന രീതികൾ, ഇവിടെയൊക്കെയാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ശാസ്ത്രം പഠനം നടത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് IQ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചെസ് ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഒരു ചെസ് ബോർഡിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത മൂവ് എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത മൂവിനെ പറ്റി ചിന്തിക്കുന്നതിൽ നമ്മളെ IQ നമ്മളെ നന്നായിട്ട് സഹായിക്കുമെങ്കിൽ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ എൻ്റയർ ചെസ് ബോർഡിനെ തന്നെ നോക്കി കാണാൻ പറ്റുന്ന അവസ്ഥയാണ്. അടുത്ത മൂവല്ല, മൊത്തത്തിൽ നമ്മൾ പറയില്ല ഫുള്ളായിട്ട് ആ പിക്ചർ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആർക്കൊക്കെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരുടെ ലൈഫും ഒരു ചെസ് ബോർഡ് പോലെയാണ്. അടുത്തത് എന്ത് സംഭവിക്കും നമ്മളറിയില്ല. ഇപ്പം മെജോറിറ്റി ആളുകളും സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ കണക്ട് ചെയ്ത് പോകാത്തത് കൊണ്ട് തന്നെ പലരും പറയാറുണ്ട് ഇന്നേക്കുള്ളതും നാളേക്കുള്ളതും നോക്കിയിട്ട് ജീവിക്കാം, ഓരോ ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ അത്ര തന്നെ. അപ്പോൾ ഓരോ ദിവസം തള്ളി നീക്കാനായിട്ട് നെക്സ്റ്റ് എന്താ, നാളെ എന്ത് പണി വരാം, മറ്റന്നാൾ എന്ത് പ്രശ്നം വരാം, വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം പ്രിപ്പയർ ചെയ്ത് എക്സ്പെക്ട് ചെയ്ത് ലൈഫിനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ലിമിറ്റഡ് ഫ്രെയിം ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. എന്നാൽ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടേക്ക് മാത്രമല്ല അവിടേക്ക് കൂടിയിട്ട്, ദാറ്റ് മീൻസ് മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് കൂടി വേറ്റിയിട്ട് പാരത്രിക ലോകം എന്നൊക്കെ പറയുന്ന പോലെ
അപ്പുറത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ കേവലം കുറച്ച് സമയത്തേക്ക് മാത്രം കാണാതെ ലൈഫിന് ശേഷവുമുള്ള ഫ്രെയിമിനെ പോലും മൈൻഡിൽ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോഴാണല്ലോ ഈ മെറ്റാഫിസിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ആത്മീയ ചിന്താധാര എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് പല സമീപനങ്ങളുണ്ട്. അതെല്ലാം എനിക്കിപ്പോൾ ചർച്ച ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. ഏതായാലും ഇത്തരത്തിൽ വിശാലതയോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കി കാണുമ്പം, അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ലൈഫിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുമ്പം, അല്ലെങ്കിൽ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട്, അടുത്ത 15 വർഷം കൊണ്ട് എങ്ങനെയായിരിക്കണം എൻ്റെ ലൈഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി മുൻകൂട്ടി ചിന്തിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അവരുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ യൂട്ടിലൈസേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് ശാസ്ത്രം പറഞ്ഞു ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതുപോലത്തെ പല വിഷയങ്ങൾ, കൂടാതെ തന്നെ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നോക്കി കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ മാക്സിമം കുറയുന്നതായിട്ട് കാണുന്നു ലോങ് ടേം ഗോളോട് കൂടിയിട്ട്, ലോങ് ടേം വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ആക്ച്വലി ലോങ് ടേമിലേക്ക് വിഷൻ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നാളേക്കോ മറ്റന്നാളേക്കോ കുറച്ച് ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ മാത്രം വാലിഡിറ്റി ഉള്ള പല പ്രശ്നങ്ങളെയും അതൊന്നുമല്ലാത്ത രീതിയിലേക്ക് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നു. അപ്പോൾ വിശാലതയിൽ കാണാം. നമുക്കൊരു ചെറിയ ഒരു പ്രശ്നം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നലെപ്പോഴാണ് ആ പ്രശ്നം വളരെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ബാധിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ പ്രശ്നമാണ് ലോകമെന്ന് ചിന്തിക്കുമ്പം ചെസ് ബോർഡിലെ നെക്സ്റ്റ് മൂവ് മാത്രം നോക്കിയിരിക്കുന്നത് പോലെ എത്തുന്ന, ചിലപ്പോൾ ആ മൂവിൽ 1-2 ഭടന്മാരെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരും, ഒക്കെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ കൂടി എൻ്റെ ഒരു പിക്ചറിൽ നമുക്ക് കളി എങ്ങനെ വിജയിക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം വിഷനുള്ള ആൾക്കാരാണ് ഷോർട്ട് ടേം ഫെയിലിയറുകളെ പോലും ആക്സെപ്റ്റ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി വിജയിക്കാൻ പറ്റും, അന്തിമ വിജയം നമുക്കായിരിക്കും എന്നുള്ള രീതിയിലേക്ക് താൽക്കാലികമായിട്ടുള്ള പരാജയങ്ങൾക്കും ഒക്കെ അവർ ഓപ്പൺ അപ്പ് ആയിട്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ഫെയിലിയേഴ്സിനെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ശരിക്കും നല്ലൊരു അന്വേഷിയാകുന്നുള്ളൂ. ഒരു ഇൻവെൻറ്റർ അല്ലെങ്കിൽ ഒരു ഡിസ്കവറി നടത്താൻ പോകുന്ന ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്ദേശിച്ച അടുത്ത ദിവസം തന്നെ വിജയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് വിജയം കിട്ടുന്നില്ല. അവർക്കറിയാം അവിടെ പരാജയങ്ങൾ ഉണ്ടായിരിക്കും, വഴി തെറ്റലുകൾ ഉണ്ടായിരിക്കും, വഴിമുട്ടലുകൾ ഉണ്ടായിരിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വഴി മുട്ടാൻ പാടില്ല, എനിക്കൊരിക്കലും പരാജയം വരാൻ പാടില്ല എന്ന് ചിന്തിക്കുമ്പം എൻ്റെ അടുത്ത മൂവ്മെൻറ്റിൽ പോലും എനിക്ക് പരാജയം ഞാൻ അനുവദിക്കേയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. പരാജയം ഉണ്ടാകാതിരിക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. പക്ഷേ പരാജയം ഒരു പക്ഷേ വന്നേക്കാം, എങ്കിൽ കൂടി ഒരുപാട് വഴികൾ ഇനിയുമുണ്ട്, ഒരുപാട് താണ്ടാനുണ്ടെന്ന് മനസ്സിലാക്കുമ്പം താൽക്കാലികമായ പരാജയങ്ങളൊന്നും ഒരു പ്രശ്നമാകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പാക്റ്റ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ ലോങ് ടേമിലേക്ക് ബിഗ് പിക്ചറിൽ കളക്റ്റീവായിട്ട് ഒരു കാര്യത്തെ നോക്കിക്കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഇവൻറ്റിൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എബോവ് സോ ബിലോ എന്ന് പറഞ്ഞതുപോലെ അതിന് 2 തലങ്ങളുണ്ട്. ഈ സ്പിരിച്വൽ പാർട്ടിന് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഒരു തലം നമ്മുടെ സോളിനുള്ളതാണ്, നമ്മുടെ സോളിന് മീനിങ് ഉണ്ടാക്കുന്ന, നമ്മുടെ സോളിന് ഡിവൈൻ റിമെമ്പറൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ. അതേസമയം തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ചുറ്റുപാടിനൊക്കെ അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടുന്നില്ല. നമ്മുടെ സോള് എക്സാക്റ്റായിട്ട്, അതാണ് സോളിൻ്റെ റിച്വൽസ് ആണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലൂടെ നമുക്ക് ആ വഴിയിലൂടെ കടന്നു പോകാം. അപ്പോൾ നമ്മുടെ സോളിന് മീനിങ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം സോൾ ഡിവൈൻ റിമെമ്പറൻസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് റിമെമ്പറൻസിലേക്ക് കണക്റ്റഡ് ആകുന്ന സെയിം ടൈം തന്നെ അങ്ങനെ ഒരു പ്രതിഭാസം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മുടെ മനസ്സിന് കുറേ നേട്ടങ്ങൾ കിട്ടും, നമ്മുടെ ശരീരത്തിന് നേട്ടങ്ങൾ കിട്ടും, നമ്മുടെ ചുറ്റുപാടിന് നേട്ടങ്ങൾ കിട്ടും. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങിനെ പറ്റി പറയാറുണ്ട്, നോമ്പ് എടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അടുത്ത മന്തൊക്കെ അതിലേക്ക് അടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉള്ളതല്ല. പലരും അങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത്. നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഡയറ്റ് സെറ്റാകും, നോമ്പെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ഈഗോനെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ എക്സാക്ട്ലി ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു റിച്വലാണ്, ഒരു പാർട്ട് അതിനുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ സോളിന് എന്തൊക്കെയോ കിട്ടേണ്ടതായിട്ടുണ്ട്. സോൾ മെറ്റാഫിസിക്കൽ തലത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആസ് എബോവ് റെൽഫ് എന്നൊക്കെ പറയുന്ന തലത്തിൽ സോളിന് അതിൻ്റേതായിട്ടുള്ള കുറേ എലവേഷൻസ് സംഭവിക്കുമ്പം സെയിം ടൈം അത് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ബോണസ് എന്നോണം നമ്മുടെ മൈൻഡിന് സ്ട്രെങ്ത് കിട്ടാം, നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, ആരോഗ്യം വർദ്ധിക്കാം. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കാം.
അപ്പോൾ ഇതൊക്കെ ഫാസ്റ്റിംഗ് എടുത്തത് കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണെന്ന് ചോദിച്ചാൽ ഒക്കെ ഗുണം തന്നെയാണ്. പക്ഷെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഒരിക്കലും നമ്മൾ ശരീരം സെറ്റാക്കാനോ മൈൻഡ് സെറ്റാക്കാനോ അല്ല. ഇറ്റ്സ് എക്സാക്ട്ലി പോയിന്റഡ് ഓൺ ദ പാർട്ട് ഓഫ് ദ സോൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കുറേ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ സയൻസ് സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്, സയൻസ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന വേർഡ് പാർട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എക്സ്പ്ലോർ ചെയ്യുമ്പം നമുക്ക് ഫിസിക്കലി, മെൻ്റലി, അതുപോലെ തന്നെ സോഷ്യലി, കളക്റ്റീവ്ലി, എൻവയോൺമെൻറ്റലി ഒക്കെ എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നു അതേ സയൻസ് ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എത്ര മിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ശരീരത്തിനോ മനസ്സിനോ ചുറ്റുപാടുകൾക്കോ എന്ത് കിട്ടുന്നില്ല. അവർ വളരെ ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്തത് അവരുടെ സോളിന് എന്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അവർ സോളിന് ഗെയിൻ ചെയ്യേണ്ടിയിരുന്നത് അവരിവിടെ ജീവിച്ചിരിക്കെ തന്നെ ലോങ് ടേമിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വിഘടിച്ചതിന് ശേഷം, ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ടതിന് ശേഷവും ആത്മാവ് എന്തൊക്കെ കാര്യങ്ങളിൽ വിരാജിക്കണം, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എലവേറ്റ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരെ സോളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ ഈ സ്പിരിച്വൽ പാർട്ടുകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. രണ്ട് ആളുകൾ രണ്ട് സമീപനങ്ങൾ നടത്തുന്നുള്ളൂ. അപ്പോൾ സയൻസ് എപ്പോഴും അതിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളെ, മിസ്റ്റിക്സ് അപ്രോച്ച് ചെയ്ത കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് ഡേ ടു ഡേ ലൈഫിലേക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നു ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നു. അവിടെയാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചർച്ച തന്നെ വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന ഒരു ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ പ്രൈമറി ഇൻ്റലിജൻസ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രൈമറി ഇൻ്റലിജൻസ് മറന്നു പോകും. നമ്മുടെ പ്രൈമറി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ ശരീരവും മനസ്സും ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ എന്തായിരുന്നോ അതാണ് നമ്മുടെ പ്രൈമറി ഇൻ്റലിജൻസ് ഉള്ളത്. ഓക്കെ, എൻ്റെ ശരീരബോധം എനിക്ക് കുറേ ബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് പ്രവേശിച്ചതോടുകൂടി തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ബോധം കൂടി എന്നിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ബോധം കയറുമ്പോഴാണ് മൃഗീയമായ ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനിൽ തന്നെ ആനിമൽ കോൺഷ്യസ്നെസ് ഉണ്ട്. ആനിമൽ കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം നമ്മളിലേക്ക് വരുന്നത് കൊണ്ട്, ശരീരം നമുക്കുള്ളത് കൊണ്ട്, ശരീരത്തിൻ്റെതായിട്ടുള്ള സ്വാധീനങ്ങൾ നമ്മളിലേക്ക് വരുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന ബോധമണ്ഡലമാണ് ആനിമൽ കോൺഷ്യസ്നെസ്. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ഏഞ്ചലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. ഏഞ്ചലിക് കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലാഖമാരെ പോലെ അത്രക്കും വിശുദ്ധിയിലിരിക്കുന്ന ഒരു അവബോധം നമുക്കുള്ളിലുണ്ട്. അത് നമ്മളിലെ ഉയർന്ന അവബോധമാണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ സോളിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് വരുന്നൊരു പാർട്ട് കൂടിയാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ പ്രാപ്തമാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കാണാന്നുള്ള. സോ അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രഷന്, ആങ്സൈറ്റി, കൺഫ്യൂഷന്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് തന്നെ കുറയ്ക്കാൻ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് സാധിക്കുന്ന പറഞ്ഞത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാം? സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ പല വഴികളുണ്ട്. ശരിക്കും നമ്മളീ പറഞ്ഞ മെഡിറ്റേഷൻസ് ആകട്ടെ, സെൽഫ് കെയർ റിച്വൽസ് ആകട്ടെ, ഇതൊക്കെ ശരിക്കും സഹായിക്കേണ്ടിയിരുന്നത് നമ്മളെ സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഓരോരോ ഏരിയാസ് നമ്മൾ എടുക്കാം. എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക്, നമ്മുടെ ഒരു ഓൺട്രപ്രണറിയൽ സ്പേസിലേക്ക് സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരാം? നിങ്ങളുടെ ബിസിനസ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ബിക്കോസ് ഇന്നത്തെ കച്ചവടം എത്ര, നാളത്തെ കച്ചവടം എത്ര, ഈ ആഴ്ചയിലെ കച്ചവടം എത്ര, ഇത് ആലോചിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സമാധാനം പോവുകയും ടെൻഷൻ അടിക്കുകയും സെയിൽസ് കുറവാണല്ലോ, ആളുകൾ കുറവാണല്ലോ, സ്റ്റാഫ് ലീവാണല്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ അവെയർനെസ്സിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്പാൻഷനെ പറ്റി ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അടുത്തൊരു കടയെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ കട തന്നെ ആവശ്യത്തിൽ കൂടുതൽ കടക്കണി ഉണ്ടാക്കിയതുകൊണ്ട് ഇനി അടുത്തൊരു തലത്തെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് മൂവിലായിരിക്കും അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അങ്ങനെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വരുന്നതോട് കൂടിയിട്ട് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഏത് സമയം വരെയാണ് ഉണ്ടാകാനുള്ള സാധ്യത, അതിനുശേഷം എങ്ങനെയായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ 6 മാസത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാറില്ല. ചിലർ ആദ്യത്തെ 5 വർഷത്തേക്ക് പോലും ഒന്നും പ്രതീക്ഷിക്കാറില്ല. അത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറഞ്ഞു വന്നത്. അല്ലാത്തവർ അത്ര റിസ്ക് എടുക്കാൻ നമുക്കറിയില്ല. ഇത്രയും സമയം നമ്മൾ അതിന് വേണ്ടി ചിലവഴിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊണ്ടു നടക്കുന്നത്? ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ പെയിനാണ് അവൻ്റെ ആദ്യത്തെ 5 വർഷത്തെ സർവൈവൽ എന്ന് പറഞ്ഞാൽ.
അതിൽ അവൻ കേൾക്കാത്ത നിരുത്സാഹപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കില്ല. ബിസിനസ്സുകാരുണ്ടെങ്കിൽ അറിയും ഇതുകൊണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ, ഒന്ന് മാറ്റി പിടിച്ചൂടെ, ഒന്നും ഗൾഫിൽ പോയിക്കൂടെ, വേറെ എന്തെങ്കിലും പരിപാടി നോക്കിക്കൂടെ. കാരണം ഇന്നും ഇന്നലെയും നാളെയും എന്നത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മക്കുള്ളിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ വിഷൻസ് ഇല്ല എന്നുള്ള. എത്ര ഒരു ബിസിനസ്സുകാരൻ യഥാർത്ഥമായിട്ടൊരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കിയേ, തുടങ്ങിയ ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ 90%, 80-90% തുടങ്ങിയ ബിസിനസ്സുകൾ ആദ്യത്തെ 5-10 വർഷങ്ങൾ കൊണ്ട് പൂട്ടിപ്പോകുന്നു. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ നിർത്തിയും പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പോകുന്നത്? സർവൈവ് ചെയ്യാനുള്ള, പിടിച്ച് നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം ഇന്നലെയും ഇന്നും നാളെയും നടന്ന് വെച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ചിന്തിക്കുന്ന ആളുകളെ ചുറ്റിലുള്ളൂ. നിങ്ങളൊക്കെ ആലോചിക്കുക, നമ്മളൊക്കെ തനിച്ചായി പോയ സമയത്ത് ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും നമ്മളെ കൂടെ നിന്നിട്ട് കുഴപ്പമില്ലടാ, നീ തോറ്റോ, നിനക്ക് പറ്റോടാ, ഇത് റെഡി ആവടാ എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിന്ന് ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കും ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉള്ള പിക്ചറോട് കൂടിയിട്ടും സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരും കുറവുള്ളൂ. സമ്പന്നരായിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും 90-95% ആളുകൾക്കും എന്തായാലും സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളരെ ഹൈ ആയിരിക്കും. ഞാൻ പറഞ്ഞത് സോൾ റെലമിൽ എന്നതല്ല, ഇതിനൊരു ഫിസിക്കൽ റെലമുണ്ട്, ഒരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴുള്ള പ്രോസസ്സിനെ പറ്റി മാത്രമേ ഞാനിവിടെ പറഞ്ഞു, ഡേ ടു ഡേ ലൈഫിലേക്ക് ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന്, പല ഓൺട്രപ്രണേഴ്സും നേരിടുന്ന അവരുടെ ബിസിനസ് ചലഞ്ചുകളിൽ അതിന് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. റൂട്ട് കോസ് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കി കാണുമ്പോൾ മാത്രമേ നമുക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട് ഹോൾ പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ഫെയിലിയറുകൾ വന്നാലും, ക്രിറ്റിസിസംസ് വന്നാലും, കമ്പാരിസൺസ് വന്നാലും, ഡിസ്കറേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും, ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ പോലും സർവൈവ് ചെയ്യണമെങ്കിൽ കേവലം മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പാർട്ട് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്കായില്ല. മെൻ്റൽ ഹെൽത്ത് ആവശ്യമാണ്, പക്ഷെ ആ മെൻ്റൽ ഹെൽത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ സ്പിരിച്വൽ ഹെൽത്തിന് സാധിക്കുമെന്നാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് ആയിട്ടുള്ള ഡിപ്രഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ഏറ്റവും കുറവ് കാണുന്നത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണെന്ന് ഇന്നത്തെ കാലത്ത് പറയുന്നു. സോ നമ്മളിപ്പം ഗൈഡഡ് ടോക്ക് എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ എക്സാക്ട്ലി നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാകട്ടെ, ഒരു ഫാമിലി റൺ ചെയ്യുന്ന ഒരു ഫാമിലി മാൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകട്ടെ, അതല്ല ഒരു സ്റ്റുഡൻ്റ് ആകട്ടെ, നമ്മുടെ റോളുകൾ എന്തൊക്കെയാണ്? നമ്മുടെ സർവ്വ റോളുകളിലും സ്പിരിച്വൽ ഇൻ്റലിജൻസിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. ചിലരുടെ കാര്യമില്ല. അപ്പം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് A+ലേക്ക് ലക്ഷ്യം വെക്കണം, 10ാം ക്ലാസ്സിൽ A+ലേക്ക് ലക്ഷ്യം വെക്കണം. പക്ഷെ അത് മാത്രം ലക്ഷ്യം വെച്ച് 10ാം ക്ലാസ് മാത്രമാണ് എൻ്റെ ലൈഫ് എന്ന് ചിന്തിച്ചിട്ട് ഇനിയിപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതിന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ 10th എങ്ങാനും ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്താണെങ്കിൽ അവൻ്റെ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വർഷം മുഴുവനും ചെസ് ബോർഡിലെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് മാത്രം നോക്കിയിരിക്കുന്നത് പോലെയാണ്. അതിൻ്റെ ഇടയിൽ അവന് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, PG കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് എൻ്റെ ലൈഫ് എവിടെ എത്തിക്കണം, ഇത്തരം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അവനൊരു കാര്യത്തെ സമീപിക്കുകയാണെങ്കിൽ അവൻ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അവൻ മിഷൻ ഓറിയൻറ്റഡ് ആണ് എന്നതുകൊണ്ട് തന്നെ അഥവാ അവന് ഫെയിലിയേഴ്സോ കാര്യങ്ങളോ വന്നാലും അതിൻ്റെ ആഘാതം കുറവായിരിക്കും. കാരണം അവൻ്റെ ലൈഫ് നിർണ്ണയിക്കപ്പെടുന്നത് കേവലം ഒരു 10th മാർക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ലെയേഴ്സ് അവന് കണ്ടുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മളിൽ എത്ര പേർക്ക് വ്യക്തമായിട്ട് നമ്മൾ അടുത്ത 5 വർഷം കാണാൻ പറ്റുന്നുണ്ട്? അതങ്ങനെ തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല. ലൈഫിന് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ, നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ കോഷ്യൻ്റ്, സ്പിരിച്വൽ ഇൻ്റലിജൻസ് കുറഞ്ഞു കിടക്കുക എന്നുള്ളതാണ്. മേ ബി നമുക്ക് അടുത്തൊരു മാസത്തേക്കോ അടുത്തൊരാഴ്ചയിലേക്കോ മാത്രം എപ്പോഴും നമ്മുടെ പ്രൈമറി കൺസേൺ എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമോ 2 വർഷമോ ഒന്നുകൂടി നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ജീവിച്ചു തീർത്തത് ഏത് കാലത്തിന് വേണ്ടിയിട്ടായിരുന്നു? നാളേക്ക് വേണ്ടിയിട്ടായിരുന്നു. നാളെ എന്ന് പറയുമ്പോൾ നല്ലൊരു നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന അടുത്തൊരു നല്ല കാലം എന്ന് പറയുമ്പോൾ ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട് അങ്ങനത്തെ നാളെ അല്ലാതെ ഇന്ന് കഴിഞ്ഞ് നാളെ എന്താകും എന്ന അവസ്ഥയിലാണ് നിങ്ങൾ തള്ളി നീക്കിയതെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് അതുമാത്രം ആക്റ്റീവായിട്ടില്ല എന്നുള്ള. നമുക്ക് പലതരത്തിലുള്ള
കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആരാധനകളുണ്ട്. ഇതൊക്കെ സ്പിരിച്വൽ റൂട്ടീൻ ആണല്ലോ നമ്മൾ പറയുന്നത്. എക്സാക്ട്ലി അത് മീനിങ് ആയിട്ടുള്ള സ്പിരിച്വൽ റൂട്ടീൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ കുറേ കൺസേണുകളിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് ലൈഫിനെ നോക്കിക്കാണാൻ, കളക്റ്റീവായിട്ട് ലൈഫിനെ നോക്കിക്കാണുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നമ്മൾ എത്തുമായിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് GT തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എവിടെയെങ്കിലും ഒരു മണൽ കാണുമ്പം എവിടെയോ ഒരു മണൽക്കാടുണ്ട്, ഒരു മരുഭൂമി ഉണ്ട് എന്ന സൂചന നമുക്ക് കിട്ടണമെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ, അത് കൺവിൻസിങ് ആയിട്ട് തന്നെ, വെറുതെ പറയല്ല, അത് മോസ്റ്റ് കൺവിൻസിങ് റിയാലിറ്റി ആയിട്ട് തന്നെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അവിടെ വേണ്ട ഇൻ്റലിജൻസ് സ്പിരിച്വൽ ഇൻ്റലിജൻസാണ്. കാരണം അത് ഒരു ഹോപ്പിൽ നിന്നും വരുന്നതാണ്, ഒരു എക്സ്പെക്റ്റേഷനും വരുന്നതാണ്. സാന്റിയാഗോ നിധി എവിടെയോ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം അതൊരു ഹോപ്പിൽ നിന്നും വരുന്നതാണ്. ഹോപ്പും ഫെയ്ത്തും ഇല്ലാതെ എന്ത് സക്സസ് ആണ് ആരെങ്കിലും നേടിയിട്ടുള്ളത്? കാണാത്ത എന്തിനോ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻവെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാർ, കാണാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അവരെ മനസ്സ് ഉണ്ടാക്കുന്ന കുറേ ചലഞ്ചുകളുണ്ട്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ഇന്നർ വോയിസുകളുണ്ട്, ഒരുപാട് ഡിസ്കറേജിങ് സെൽഫ് ടോക്കുകളുണ്ട് ഉള്ളിൽ നിന്ന് വരാനുള്ള. അതുകൂടാതെ അതിലേറെ പുറത്തുനിന്നുള്ള സംസാരങ്ങളുണ്ട്. നിനക്ക് ഭ്രാന്താണോ, നിനക്ക് വട്ടാണോ? ഇതിന് എല്ലാത്തിനും മീതിയായിട്ട് നിലനിന്ന് മുന്നോട്ട് പോയിട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ, സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ അത്രമാത്രം വിശാലത മനസ്സിലുണ്ടാകണം. അപ്പോൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഫെയ്ത്താണ്, കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഹോപ്പാണ്. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മനസ്സിന് എന്തെങ്കിലും കൊടുത്തത് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ്. അതിന് മീതൊക്കെ എടുക്കുന്ന ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന മോഡിലേക്ക് നമുക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എപ്പോഴും ചർച്ചാ വിഷയമാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കൺസിസ്റ്റൻസി മനസ്സിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷേ കൺസിസ്റ്റൻസി മനസ്സിൽ സംഭവിക്കേണ്ടതാകുമ്പോൾ പോലും എന്തുകൊണ്ടാണ് പലർക്കും കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റാത്തത്? ഞാൻ കണ്ട പല ആളുകളിലും കൺസിസ്റ്റൻസിയുടെ കുറവ് ഉണ്ടാകുന്നത് അവർക്കൊരു വിഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കാം, ഒരു ഡ്രീം ഉണ്ടായിരിക്കാം. പക്ഷേ വിഷൻ്റെയും ഗോളിൻ്റെയും ഡ്രീമിനേക്കാളും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻസ് കൂടുതലുണ്ടാകുമ്പം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുള്ള അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കുറേ സംസാരങ്ങൾ ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ അതുമായി ബന്ധപ്പെട്ട പല പരാജയങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പം, ഇതെല്ലാം കൂടി നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് നമ്മുടെ ഗോളും നമ്മുടെ ഡ്രീമും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷനും അതിനോടുള്ള പ്രിയോറിറ്റിയേക്കാളും കൂടുതൽ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് കേൾക്കുന്ന ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്കുകളും കൺസേണുകളായിരിക്കും പ്രിയോറിറ്റൈസ് ചെയ്ത് വരുന്നത്. ഈ സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് അൺകോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി നമ്മളെ മൈൻഡ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊരു ടെൻഡൻസി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൺസിസ്റ്റൻസി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ മൈൻഡിൽ വർക്ക് ചെയ്യുന്നതിന് മീതെ നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഇറ്റ് വുഡ് ബി സോ നൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള പിക്ചറോട് കൂടിയിട്ട് ഒരു കാര്യത്തെ നോക്കി കാണാൻ പറ്റലാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത 5 വർഷത്തേക്കെങ്കിലും മിനിമം കാണാൻ പറ്റിയിട്ട് അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്ത് പോകുമ്പം ഇവിടെയാണ് വിഷൻ ബോർഡിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഗോൾ സെറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. വീണ്ടും സയൻസ് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് ഗോളുകളുള്ള ആളുകൾക്ക് ആങ്സൈറ്റി കുറവാണ്, ഡിപ്രഷൻ ടെൻഡൻസി കുറവാണ്, സ്ട്രെസ്സ് കുറവാണ്, പല കാര്യങ്ങളും മെൻ്റലി അവർ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത സ്റ്റേറ്റിലേക്ക് എത്തുന്നു. കാരണം അവർക്ക് ഗോളുണ്ട്, കറക്റ്റായിട്ടുള്ള പൊസിഷനിങ്സ് ഉണ്ട്. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ല, നിങ്ങളൊരു ബിസിനസ്മാൻ അല്ല, ഒന്നുമല്ല, നിങ്ങളൊരു പ്രൊഫഷണൽ അല്ല, ഒന്നുമല്ല, നിങ്ങളൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണെന്ന് പറയാം. എന്നാൽ നിങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കോമൺ ബീങ് ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫായിട്ട് എനിക്ക് അറിയാം. നിങ്ങളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഫാമിലി ഗോൾ എന്താണ്? വാട്ട് യു ആർ പ്ലാനിങ് ഫോർ യുവർ നെക്സ്റ്റ് 5 years? നിങ്ങൾ എന്താണ് നിങ്ങളുടെ, അപ്പോൾ പറയുന്നു ഇനി എന്ത് 5 വർഷം ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയും നിങ്ങളുടെ ആത്മാവിലേക്ക് ചേർത്തിരിക്കുന്ന ആത്മീയതയുടെ ഭാവത്തിലുള്ള അംശത്തിൻ്റെ കുറവൊക്കെ തന്നെയാണ് അത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഇന്നത്തേതിനേക്കാൾ വിശാലമായിട്ട് നാളെ കാണണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ പോലും ഇവിടെ വിളവിറക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. നാളെയാണ് ലോകാവസാനമെങ്കിൽ ഇന്നും ഒരു വിത്ത് വിതച്ചിട്ടേ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകാവുന്നതാണ് നമ്മളെ ദൈവികതയിൽ നിന്നുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർധനവിനെ പറ്റിയിട്ടും വിശാലതയെ പറ്റിയിട്ടും ദൃഢമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ട്, ഹോപ്പോട് കൂടിയിട്ട്, ഫെയ്ത്തോട് കൂടിയിട്ട് ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദൈവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മാത്രം നമ്മൾ ചെയ്യുന്ന എല്ലാ റിച്വലുകളും വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റാം. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സ്പിരിച്വൽ റുട്ടീൻസിലൂടെ, റിച്വൽസിലൂടെ പോകുന്നു. മൈ ക്വസ്റ്റ്യൻ ഈസ്, കഴിഞ്ഞ 5 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്പിരിച്വൽ റുട്ടീൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ റുട്ടീൻസ്, റിച്വൽസ്,
ആ റിച്വൽസ് നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് സ്പിരിച്വൽ ഇൻ്റലിജൻസ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പം എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾ എത്ര സമയത്തേക്ക് പ്രിപ്പയർഡ് ആയിട്ടാണ് ജീവിക്കുന്നത്? വെറും നാളേക്കാണോ, അടുത്ത വീക്കിന് വേണ്ടിയിട്ടാണോ, അടുത്ത മാസത്തേക്കാണോ, അടുത്ത വർഷത്തേക്കാണോ? വേറെ ചില ആൾക്കാരുണ്ട്, അടുത്ത വർഷം അവർ എവിടേക്കിലൊക്കെ എത്തിയിട്ട് ഞാൻ രക്ഷപ്പെടും, അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. അതുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കായിട്ട് നമ്മൾ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് ലോങ് ടേമിലേക്ക് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മുടെ സ്പിരിച്വൽ റുട്ടീൻസ് ഒന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാളിലേക്ക് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആക്ടിവേറ്റ് ചെയ്തെടുക്കലാണ് സ്പിരിച്വൽ റുട്ടീൻസിൻ്റെ ഇൻറ്റൻഷനെങ്കിൽ, അത് കറക്റ്റായിട്ട് നമ്മളിൽ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഈ വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു 5 പേർക്കെങ്കിലും, ഒരു 10 പേർക്കെങ്കിലും, പോട്ടെ ഒരു മനുഷ്യനെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, ഗിവിങ് എന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എൻ്റെ കാര്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റുള്ള ഒരുപാട് ആളുകളുടെ കാര്യം കൂടി എൻ്റെ കാര്യം പോലെ ഞാൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതിനെ പറ്റി നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്പിരിച്വൽ ഇൻ്റലിജൻസും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് റൂമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോയറ്റിക് ലൈൻസ്. ദാറ്റ് മീൻസ് ലവ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ് അല്ലേ? കൊടുക്കുന്നതിലാണ് സ്നേഹം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്. അതിനേക്കാൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിസമ്പന്നരായിട്ടുള്ള പല ആളുകളും ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ കാണാം അവരെ സമ്പത്തിൻ്റെ ഒരു പ്രധാന പെർസെൻറ്റേജും ലോകത്തിന് വേണ്ടി കൊടുക്കുക. കാരണം അവരറിയേണ്ടതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനൊന്നും സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ മെൻ്റൽ റെലമിൽ നിന്നും മാറി പിന്നെ എന്താണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുക എന്ന് ചിന്തിക്കുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. പലരും പറയാറുണ്ട് എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. എന്താണ് മീനിങ് ഫുൾ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണേ? പലപ്പോഴും നമ്മുടെ ചിന്തകളിലോ വാക്കുകളിലോ എവിടെയെങ്കിലുമൊക്കെ അടുത്ത് വരുന്ന ചില വേർഡ്സ് ഉണ്ട്. മീനിങ് ഫുൾ, പർപ്പസ്ഫുൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. എന്തെങ്കിലും പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് ചെയ്യണം. ആ വാക്കുകളിൽ തെറ്റുന്നുണ്ട്. മീനിങ് ഫുൾ ആയിട്ട്, പർപ്പസ്ഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ ചോദ്യം ഉണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, മീനിങ് ഫുൾ, പർപ്പസ്ഫുൾ, ഇത് വരുന്നത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്നാണ്. സ്പിരിച്വൽ ഇൻ്റലിജൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പദങ്ങളാണ് മീനിങ് ഫുൾ, പർപ്പസ്ഫുൾ, ട്രൂത്ത്, റിയാലിറ്റി, റിയലൈസേഷൻ, ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അതിലേക്ക് കൊണ്ടുപോകുന്ന ചില വാക്കുകളാണ് അല്ലെങ്കിൽ ചില പദങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് മീനിങ് ഫുൾ ആകണം എന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, പർപ്പസ്ഫുൾ ആകണം എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ, മീനിങ് ഫുൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താ മീൻ ചെയ്യണതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇതാണ് മെറ്റാ കോഗ്നിഷൻ. ഒരാളിങ്ങനെ പറയാണ് എനിക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഫുൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത്? അപ്പോൾ ആയിരിക്കും അതെന്താ എനിക്ക് അറിയില്ല എന്നായിരിക്കും പല ആൾക്കാരും പറയും. എന്തെങ്കിലുമൊക്കെ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് ചെയ്യേണ്ടത് എന്ത് എന്നത് മാറ്റി വെച്ചിട്ട് മീനിങ് ഫുൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പീപ്പിൾ ആർ വെരി ആങ്ഷ്യസ് ഓർ കോൺഷ്യസ് അബൌട്ട് എന്ത് ചെയ്യണം, ആ ചെയ്യുന്ന കാര്യത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചർച്ച തുടങ്ങും, കുറേ ഐഡിയകൾ വരും. അത് ചെയ്താലോ, ഇത് ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. കാരണം ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ടത്, ആക്ഷൻ എന്താണ്, ചെയ്യുന്ന കാര്യം എന്താണ്, അത് മാറ്റി വെച്ചിട്ട് മീനിങ് ഫുൾ ആവുക എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മീനിങ് ഫുൾ മീൻസ് ടു യു? മീനിങ് ഫുൾ എന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് കണ്ടെത്തുമ്പോഴാണ് നമ്മളെ കോർ എസൻസിലേക്ക് എത്തുന്നത്. ഈ ഇത്തരം കാര്യങ്ങളുടെ പിറകിലെ സീക്രട്ട് കണ്ടെത്താൻ നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പം അവിടെ IQ EQ അല്ല വർക്ക് ചെയ്യണത്, അവിടെ ഒരാളുടെ സ്പിരിച്വൽ കോഷ്യൻ്റ് വർക്ക് ചെയ്യണം. കാരണം മീനിങ് തേടുകയാണ് അവൻ. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് മുതലേ അവൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ചോദ്യമാണ് എന്താണ് ഈ ലോകം, എന്താണ് ഈ സംഭവം. ഒരു കുഞ്ഞ് വയറ്റിൽ പുറത്ത് വന്ന ഉടനെ തന്നെ ആ കുഞ്ഞു പോലും അറിയാണ്ട്, കുഞ്ഞിൻ്റെ ലാംഗ്വേജ് പോലും ഇല്ലാത്ത സമയത്തും കുഞ്ഞിൻ്റെ കണ്ണിലെ ക്യൂരിയോസിറ്റി എന്താ വിളിച്ചോതുന്നത്? ഞാൻ എവിടേക്കാണ് എത്തുന്നത്, ഇതാരാണ്? അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ണ് തുറച്ച് നോക്കുമ്പം പാരൻസൊക്കെ പറയും കണ്ടോ എന്തോ കണ്ട പോലെ നോക്കുന്നുണ്ട്, ആദ്യമായിട്ട് കണ്ടിട്ടാണ് എന്ന് പറയാറുണ്ട്. ഈ എന്തോ കണ്ടതുപോലെ നോക്കിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ഉള്ളിലെ ഉൾബോധവും ഇതെവിടെയാണ്, ഇതെന്താണ്, ഇതെങ്ങോട്ടായി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ദിവസം കിടന്നുറങ്ങുന്നു, പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങി എണീറ്റത് ഒരു ഫ്ലൈറ്റിലാണ്. നിങ്ങളിങ്ങനെ പോവാ പെട്ടത്, നിങ്ങളൊന്നും അറിയുന്നില്ല. കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെന്താ സാധനം പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരു സീറ്റിൽ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, ചുറ്റിലും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഇതിങ്ങനെ ചലിക്കുന്നുണ്ട്. ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കുറച്ച് ആകാശം, മലകൾ ഇതൊക്കെ കാണുന്നുണ്ട്, കുന്നുകൾ കാണുന്നുണ്ട്, ജലനിരപ്പുകൾ കാണുന്നുണ്ട്, വേറെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായിരിക്കും ഫസ്റ്റ് ചോദ്യമായിട്ട് വരിക, ഇതെവിടാണ്, ഇതെവിടുന്നാണ്, ഇതിപ്പോൾ എവിടുന്നാണ് വരുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോണത്, ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നത്, ഇതെന്താ ഇവിടെ?
ഈ ഒരു ചോദ്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നിരിക്കണം, വരാതിരിക്കില്ല, സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഉള്ളിലും ഈ സെയിം ചോദ്യം തന്നെ പല മോഡിൽ പല രീതികളിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ആ ചോദ്യമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരിക്കണം, അപ്പോൾ അടുത്ത ആളോ നിങ്ങൾ എവിടുന്ന, അതൊന്നും എനിക്കറിയില്ല, എങ്ങോട്ടാണ് പോകണം അതും എനിക്കറിയില്ല, നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞിരിക്കില്ലേ. അച്ഛൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ വൈബാക്കി ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അതൊരു രസമാവും. രസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഓർമ്മ വരും, അല്ല ഞാനിപ്പോൾ എവിടുന്ന് വന്നേ, ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോണേ, ഞാൻ ആ കാര്യം മറന്നുപോയി, നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ എവിടുന്ന് വന്നേ. അപ്പോഴേക്കും നമ്മളെ കളിയും രസമൊക്കെ അവിടെ നിൽക്കും, വീണ്ടും ഈ ചോദ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുവരെയുള്ള എല്ലാ താല്പര്യങ്ങളും പോയി. നോക്കിയേ, നേരത്തെ ഫായിസ് ഇൻട്രോ ടോക്കിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമുക്ക് ഓരോ കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ മടുക്കുന്നു. അത് നമ്മളുടെ മീനിങ് മറന്നുകൊണ്ട്, മീനിങ് തേടുന്നത് മറന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് ആസ്വദിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും മീനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെയൊക്കെ പോണത് പറയോ, എവിടുത്തെ എത്തുന്നത് പറയോ, എന്തിനപ്പോൾ ഇതിൽ കയറിയതെന്ന് എനിക്കറിയോ, അറിയൂല. ആ പോയിന്റ് മുതൽ വീണ്ടും നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളോടൊക്കെ താല്പര്യം നഷ്ടമാകുന്നു. നിങ്ങൾക്കുള്ള പല വിഷയങ്ങളോടുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതിന് പിറകിൽ മെറ്റാഫിസിക്കൽ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ മീനിങ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെവിടെയൊക്കെയോ ഈ ക്വസ്റ്റ്യൻസ് മറന്നു പോകുന്നതുകൊണ്ടാണ്. മീനിങ് എന്ന ക്വസ്റ്റ്യൻസ്, പർപ്പസ്ഫുൾ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ മറന്നു പോകുന്നുണ്ടെന്നല്ല. ഈ ചോദ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ആ ചോദ്യം എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, ആക്ഷൻസ് ആർ ജഡ്ജഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഓരോന്നിനും ഇൻറ്റൻഷൻ വെക്കുന്നു അല്ലേ, എന്തിനാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന മുന്നേ ഞാൻ ഈ കാര്യം ഇന്നതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യണത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ അത് ആ വെച്ച ഇൻറ്റൻഷൻ നല്ല ഇൻറ്റൻഷനാണ് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ചേർത്താൽ ആ സെയിം ഇൻറ്റൻഷൻ മനസ്സിന് കൊടുക്കുമ്പോൾ അതിന് സോൾ എന്നുള്ളൊരു ഹെൽപ്പ് കൂടി കിട്ടും. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ആ ഇൻറ്റൻഷനോടൊപ്പം ഒരു സാധനം ആഡ് ചെയ്താൽ മതി. എന്താ ആഡ് ചെയ്യേണ്ടത്? ഇത് നല്ല ഉദ്ദേശത്തിൽ ഞാൻ ചെയ്യാണ്, ടോട്ടലി ഫൈൻ. പക്ഷേ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട്, എൻ്റെ ലൈഫിന് മീനിങ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ കാര്യം എങ്ങനെ എൻ്റെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുന്നതിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുക. കാരണം അത് ചെയ്താൽ കുറച്ച് ഞാൻ മടുക്കും. അത് ഹെൽപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാവില്ല, നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിവിടെ സെഷൻ എടുക്കാൻ വരുന്നു, ഞാൻ 7 ടോക്സ് സ്ഥാപിക്കുന്നു, ഞാൻ ഇതിന് മുന്നേ തുടങ്ങിയ പല സാധനങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്താനുള്ള കാര്യം എനിക്കതിലൊരു മീനിങ് കാണാൻ പറ്റിയില്ല. ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല തുടക്കക്കാരൻ്റെ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു മീനിങ് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചത്, എനിക്ക് എന്തിന് കോച്ചിങ്ങിലേക്ക് വരണം, ഞാൻ എന്തിന് ട്രെയിനിങ്ങിലേക്ക് വരണം. എന്തോ ഭാഗ്യം കൊണ്ട് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രമായിരുന്നു എനിക്ക് സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ലൈഫിന് ഇത് ചെയ്യുമ്പോൾ എന്തോ ഒരു വാല്യൂ, എന്തോ ഒരു മീനിങ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയെന്നുള്ള. എന്നതുകൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം പോലും ഞാനിവിടെ വന്നിരിക്കേണ്ടത് എന്നുള്ള. കാരണം ഇതെനിക്ക് മീനിങ് തരുന്നുണ്ട്. അപ്പോൾ മറ്റേത് കാര്യത്തെക്കാളും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് ആനന്ദം ഉണ്ടാക്കുന്ന, കുറച്ച് കഴിഞ്ഞാൽ 252 ഗൈഡ് ടോക്ക് കഴിഞ്ഞു, ഇപ്പോൾ ആലോചിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ട് എന്ന് പറയാതെ 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഞാനിനി 25 വർഷം കഴിഞ്ഞാലും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത് ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ഫ്രീ സീരീസ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ആളുകളോട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരിക്കലും അതിലൊരു തിരുത്തൽ വേണമെന്നോ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഫീലിങ്ങോ വരാത്ത രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അത് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും എനിക്കറിയാം ഞാൻ വളരെ മീനിങ് തരുന്നുണ്ട്, എനിക്കത് എൻ്റെ ലൈഫിനൊരു മീനിങ് അത് തരുന്നുണ്ട്. ആ രൂപേണ നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനും കൺസിസ്റ്റൻസി കൂട്ടാനും, കൂടാതെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ മടുപ്പുളവാക്കുന്നത് താൽക്കാലികമായിട്ട് നമുക്ക് മാറ്റി നിർത്താനും ഈ രൂപേണ ചിന്തിക്കാൻ പറ്റും. ഈ ഒരു ഇൻ്റലിജൻസ് മോഡിൽ സയൻറ്റിസ്റ്റുകൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടും ആ ഓരോ പരാജയത്തിൽ അവർക്ക് ഗിൽറ്റോ റിഗ്രറ്റ് അല്ല, അവർക്ക് ആ ഓരോ പരാജയങ്ങളും മീനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർക്ക് ഒരിക്കലും അതൊരു വേസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്തു, മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്തു, ഫെയിലിയർ ആയിരുന്നു, പക്ഷേ നോ റിഗ്രറ്റ്. ചില ആൾക്കാരുണ്ട്, അവർ കോമ്പറ്റീഷനുകളിൽ മത്സരിക്കുന്നത് 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടല്ല, അവർക്ക് അത് ചെയ്യുമ്പോൾ മീനിങ് ഉണ്ടാവുന്നു, അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവരതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. ആ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് 1ാം സ്ഥാനം കിട്ടിയത് വേറെ ആർക്കും, പക്ഷേ 1ാം സ്ഥാനമൊക്കെ കിട്ടിയവരെക്കാളും കൂടുതൽ ലോകം അറിയപ്പെടുന്നത് പിന്നീട് ഇവർ തന്നെ ആയിരിക്കും. കാരണം അവർ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല അതിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത്, അവർക്ക് എന്തോ മീനിങ് അതിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഇത്തരത്തിൽ മീനിങ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ ഇൻറ്റൻഷൻ കൂടി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പം കേവലം ആ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് മാത്രമല്ല മീനിങ് ഉണ്ടാക്കണേ, അതിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ലൈഫിന് തന്നെ നല്ലൊരു വേർത്തും നല്ലൊരു മീനിങ്ങും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാണ്, കുറച്ചുകൂടി പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാണ്. അറിഞ്ഞോ അറിയാതെയോ അങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ചേരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ പറഞ്ഞ സ്പിരിച്വൽ ഇൻ്റലിജൻസ് കൂടുകയും
ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്തിന് മുന്നേ തന്നെ നമുക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ആ സോഴ്സ് ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് സോൾസ് ഇൻ്റലിജൻസ്. സോൾസ് ഇൻ്റലിജൻസ് ആണ് സോഴ്സ് ഇൻ്റലിജൻസ്. അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കുമ്പം റൂമി പറഞ്ഞതുപോലെ സോൾ ഇസ് മൈ ഗൈഡ്, നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് കോഷ്യൻറ്റിൽ നിന്നുകൊണ്ടുള്ള ഹെൽപ്പുകൾ, തോട്ട് പ്രൊസീജിയേഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാനും ഹാക്ക് ചെയ്യാനും പറ്റുന്നു. ഇതോടുകൂടിയിട്ട് എന്തുണ്ടാകുന്നു, പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് കൺസേൺഡ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ചെറിയ ചെറിയ കാര്യങ്ങളെ, ചെറിയ ചെറിയ പരാജയങ്ങളെ, പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കി കാണാൻ പറ്റുന്നു. അത് പ്രശ്നം ചെറുതാണെന്ന് നമ്മൾ അപ്പം അറിയുന്നുള്ളൂ എന്നല്ല. ഞാനിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പം അത് വലിയ കാര്യങ്ങളായിരിക്കും, വലിയ വിഷയങ്ങളായിരിക്കും. ആ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ സ്പിരിച്വൽ ഇൻ്റലിജൻസിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, എനി പേഴ്സൺ, നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യം സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങേണ്ടത് ഇൻറ്റൻഷനിൽ നിന്നുമാണ്. ഫസ്റ്റ് ഈസ് ഇൻറ്റൻഷൻ. വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ? ഇൻറ്റൻഷൻ ഞാനിവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഇൻറ്റൻഷനെ പറ്റി ഒരുപാട് അറിയേണ്ട. അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നേ ചെയ്ത ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ഇൻറ്റൻഷൻ എന്ന് പറയുന്നൊരു ഗൈഡ് ടോക്ക് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ നന്നാവും, പ്ലേലിസ്റ്റിലുണ്ട്. ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ഇൻറ്റൻഷൻ. അവിടെ നന്നായിട്ട് പറയുന്നുണ്ട്. പല ആൾക്കാർ നല്ല ഇൻറ്റൻഷനിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇൻറ്റൻഷൻ നമ്മൾ നല്ലതായിട്ട് കോൺഷ്യസ്ലി സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കോൺഷ്യസ്ലി നല്ല ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അൺകോൺഷ്യസിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ പറ്റിക്കും നമ്മളെ മനസ്സെന്നുള്ളതാണ്. അപ്പോൾ അതും കടന്നിട്ട് മനസ്സിൻ്റെ പറ്റിക്കലും കടന്നിട്ട് സോളിൻ്റെ ശരിയായിട്ടുള്ള വഴി നടത്തലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം സ്വാഭാവികമായിട്ടും ഇൻറ്റൻഷൻ തന്നെയാണ്. അപ്പോൾ ഇൻറ്റൻഷനിൽ തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിന് നമ്മളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക നിങ്ങളോട്, നിങ്ങൾക്ക് അതിൽ കൺസിസ്റ്റൻസി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു ബിഗ്ഗർ പിക്ചർ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുക, ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എനിക്ക് എന്ത് മീനിങ് ആണ് ഉണ്ടാവുന്നത്, എൻ്റെ ലൈഫിന് ഇത് എന്ത് മീനിങ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് മീനിങ് ഉണ്ടായതായിട്ട്, എനിക്ക് മീനിങ് ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മീനിങ് ഫുള്ളായിട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുമായിട്ട് ഈ വിഷയത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ, ഈ വിഷയത്തെ ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ സീക്കേഴ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ അതിനെ ചേർത്ത് വെച്ചതിലേക്ക്, ഞാൻ അതിലേക്ക് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ കുറേ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം എന്താണ് എനിക്ക് മീൻ ചെയ്യണത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ മീനിങ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഘട്ടം ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ്. ഒരു സ്ട്രക്ചറോ സിസ്റ്റമോ ഒന്നുമല്ലാതെ വളരെ ഫ്രീ ആയിട്ട്. ഇപ്പോൾ GTയിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഫ്രീ ആണ്. എനിക്കിവിടെ സിലബസ് തീർക്കാനോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഫ്രീ ആയി വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ സ്പേസിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പം എനിക്കത് എന്തൊക്കെ വാല്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ മീനിങ് അത് കൊണ്ടു തരുന്നുണ്ട്, എൻ്റെ സെഷൻസിന് എത്രത്തോളം ഡെപ്ത് അത് കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എടുക്കുന്നുണ്ടെങ്കിൽ അതേ ഡെപ്തിൽ, അതേ ഫ്രീ സ്റ്റേറ്റിൽ എത്തുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, അതേ കാര്യം ഈ സീക്കേഴ്സ് പ്രോഗ്രാമിൽ സംഭവിക്കണം എന്നതാണ്. സീക്കേഴ്സ് പ്രോഗ്രാമിൽ സംഭവിക്കണം. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരിക്കലും മടുക്കൂല, എനിക്കൊരിക്കലും അതിൽ കൺസിസ്റ്റൻ്റ് ആകാതിരിക്കാൻ പറ്റൂല. എനിക്കത് കുറച്ചുകൂടി ബിഗ്ഗർ പിക്ചറിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് നാച്ചുറലി തന്നെ എന്നെയും എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരെ ഇവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ദാറ്റ് ഓൺലി. എൻ്റെ ഇൻറ്റൻഷൻ ഒരു കാര്യം, ഓക്കെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലാണെങ്കിൽ ഓക്കെ ദിസ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ, അപ്പോൾ അത് അങ്ങനെ കൂടി ആയിരിക്കണം എന്ന് ഞാൻ ആ പ്രോഗ്രാമിനെ പറ്റി ആലോചിക്കുമ്പം, ഇങ്ങനൊരു ഇൻറ്റൻഷൻ കൂടി കൊണ്ടുവരുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഓരോരോ ഫീലിങ്സാണ് വന്നുകൊണ്ടിരിക്കുക. GCTP ഒരു ഫീലിങ്സ് എനിക്ക് വന്നുകൊണ്ടിരിക്കുക, ഒരു പാർട്ടാണ് വന്നുകൊണ്ടിരിക്കുക, ഓരോ പാർട്ടാണ് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റൻഷനും അതിൻ്റെ മീനിങ്ങും നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഞാൻ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഓർ മെറ്റാകോഗ്നിഷൻ അത് ഡീപ്പറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരൊറ്റ ആക്ടിവിറ്റി ഉള്ളൂ. ആ ആക്ടിവിറ്റി ഇറങ്ങി ഇങ്ങനെ ടാസ്ക് ചെയ്യലൊന്നുമില്ല, ജസ്റ്റ് തോട്ടിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് മീനിങ് ഫുൾ ആകുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ് ഒന്ന് പറഞ്ഞ് എന്നോടൊപ്പം. നിങ്ങളിപ്പോൾ പറഞ്ഞത് എനിക്ക് മീനിങ് ഫുൾ ആകുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ്, മറന്നു പോകാതിരിക്കാൻ വേണമെങ്കിൽ എഴുതി വെക്കാം. എനിക്ക് മീനിങ് ഫുൾ ആകുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ്. റൈറ്റ്, ഞാൻ
നമ്മൾ വേറൊരാളോട് പോയിട്ട് എനിക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പം ആ ആൾ ചിന്തിക്കുക അയാളുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. എന്നിട്ട് അയാൾ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മീനിങ് ഫുൾ ആയിക്കൊള്ളുമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് മീനിങ് ഫുൾ ആയ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ അവിടെ മുട്ടും. അപ്പോൾ അവർ മീനിങ് ഫുൾ മീൻസ് വാട്ട്? മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെറും വാക്ക് അർത്ഥം മാത്രമാണോ, ഭാഷാർത്ഥം മാത്രമാണോ? അർത്ഥവത്തായ എന്ന് പറയുന്ന ആ അർത്ഥവത്ത് എന്ന വാക്ക് മാത്രമാണത്? അല്ല. എൻ്റെ മനസ്സിന് മീനിങ് ഫുൾ എന്ന് പറയുമ്പം ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് മീനിങ് ഫുൾ ഫോർ മീ? വാട്ട് ഈസ് മീനിങ് ഫുൾ മീൻസ് ഫോർ മീ? മീനിങ് ഫുൾ എന്നത് എനിക്കെന്താണ് എന്ന് നമ്മളൊരു ചോദ്യം ഇട്ട് നോക്കാം. നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരുന്നു നോക്കൂ. ചില കാര്യങ്ങൾ വരും, ചില കാര്യങ്ങൾ വരില്ല. ചില ആൾക്കാർ ആകെ സ്റ്റെക്കായി പോകും. അതൊരു ഒന്നൊന്നര ചോദ്യമായിപ്പോയി. അപ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ഉത്തരം വേണം. എന്താണ് എനിക്ക് മീനിങ് ഫുൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ നിന്നാണ് മെറ്റാ കോഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇങ്ങനെ ചിന്തകൾ വഴി മുട്ടുന്നിടത്ത് പോയിട്ട് നമ്മൾ മുട്ടണം. നമ്മൾ പല വാക്കുകളും പല വരികളും പല കോട്ടുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകണ്ടായി. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് പറയുമ്പം ചെയ്യുന്നതിനെ പറ്റിയിട്ടും ആക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത പ്രൊജക്ടറിലേക്ക് നോക്കാം. നോട്ട് ടു ദ ആക്ഷൻ, വാട്ട് ഈസ് ആക്ച്വലി പ്രൊജക്റ്റഡ് അതിലേക്ക് നോക്കാതെ ലുക്ക് ഇൻ ടു ദ പ്രൊജക്ടറിലേക്ക് നോക്കാം. അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു തലമുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പം, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണാ മനസ്സുണ്ട് നമുക്കുള്ളിൽ, പ്രേരണാഭാവം. അപ്പോൾ ആ പ്രേരണാഭാവത്തിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ മാത്രമേ നമ്മളുടെ ഓരോരുത്തരുടെ പ്രേരണാഭാവവും വ്യത്യാസമായിരിക്കും. മീനിങ് ഫുൾ എന്നുള്ള വാക്ക് സെയിമാണ്, ഒറ്റൊന്നാ. പക്ഷെ മീനിങ് ഫുൾ മീൻസ് ടു മീ എന്ന് പറയുമ്പം എന്നെ എന്താണ് പ്രേരിപ്പിക്കുന്നത്, മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ഭാവം എന്താണ്, അതിനെന്താണ് മീനിങ് ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ള. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുക എന്നുള്ളതായിരിക്കും. ഒന്നും ചെയ്യാതിരിക്കലായിരിക്കും ചിലപ്പോൾ മീനിങ് ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക എന്നതായിരിക്കും മീനിങ് ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് കുറേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ മൈൻഡ് മീനിങ് ഫുൾ ആയിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയുമ്പം തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുക എന്നതായിരിക്കും അതിന് മീനിങ് ഫുൾ ആകുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കണം എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള 1-2 ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം നമ്മളെ മൈൻഡ് അതിൽ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ വഴിമുട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, ആ റിഫ്ലക്ഷൻസ്, കണ്ടംപ്ലേറ്റീവ് തോട്ടുകൾ, ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പം നമ്മളുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണ് ആക്ച്വലി അതിന് ആൻസേഴ്സ് തരേണ്ടതെന്നുള്ള. അപ്പോൾ 1-2-3 തവണയൊക്കെ അവിടെ സ്റ്റെക്കായി നിൽക്കെങ്കിൽ കൂടി പതിയെ അവിടുന്ന് ചില ആൻസേഴ്സ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങും. നമ്മളതൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെയാണോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല. വീട്ടും ഇങ്ങനെയാണോ ചോദിച്ചാൽ ഇങ്ങനെ കൂടിയാണ്, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയാണ്, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഈ രണ്ടിൻ്റെയും ഇടയിൽ മീനിങ് ഫുൾ ആണ് ഏതുവരെ, ഇതുവരെ മാത്രം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതല്ല. അപ്പോൾ ഇപ്പോൾ മീനിങ് ഫുൾ ആണ് എന്ന് പറഞ്ഞ കാര്യം അവിടുന്ന് അങ്ങോട്ട് അതല്ലെങ്കിൽ ഇപ്പോൾ മീനിങ് ഫുൾ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളോടൊപ്പം നിൽക്കണമോ അതോ ഒഴിവാക്കണമോ, അത് നമ്മുടെ ചോയ്സാണ്. ഒന്നുകിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അതല്ലാത്തത് കണ്ടെത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതല്ലാത്തതിലേക്ക് അതല്ലാത്തത് മനസ്സിലാക്കി അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ അതായതിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള ഒരു ജേണി, ഒരു എവല്യൂഷൻ ജേണി നമുക്കുള്ളിലേക്ക് സെറ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ ടീച്ചറായിട്ട് വന്നു, ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര മീനിങ് തന്നിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് മോസ്റ്റ് സാറ്റിസ്ഫൈങ്. ഞാൻ ചെയ്ത് വളരെ മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അന്ന് അത് ചെയ്ത് വളരെ മീനിങ് ഫുൾ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മീനിങ്ലെസ് ആയിട്ട് തോന്നിത്തോടിക്കുന്നുള്ളതാണ്. ആ മീനിങ്ലെസ് ആയി തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ പ്രായം വരെ, ഈ ടൈം വരെ ഇത് മീനിങ് ഫുള്ളാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഇത് മീനിങ് ഫുൾ അല്ല എന്ന് തിരിച്ചറിയുന്നു. അവിടുന്ന് ഞാൻ ട്രെയിനറിലേക്ക് മാറുന്നത്. അപ്പോൾ ട്രെയിനറും ഒരു പരിധി വരെ, ഒരു സമയം വരെ മാത്രമാണ്, ഇതുവരെ അത് മീനിങ് ഫുൾ ആണ്. അപ്പോൾ എന്താണ് ടീച്ചർ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ടീച്ചറായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് തന്ന മീനിങ്, ആ മീനിങ് എന്താണോ, അതിന് പ്രേരിപ്പിച്ച മീനിങ് തന്ന ഭാവം ഏതാണോ, അതിന് അടുത്ത തലത്തിൽ ടീച്ചറായി തന്നെയല്ല മീനിങ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ടീച്ചറിൽ നിന്നും ട്രെയിനറിലേക്ക് മാറുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് ഫീൽഡിലേക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ മീനിങ് അപ്പോഴും മാറിയിട്ടില്ല, ആക്ഷൻസ് പുറത്ത് മാറിയിട്ടുണ്ട്.
ടീച്ചറായപ്പോൾ തരുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു ലെവലുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ പുറത്ത് നേരത്തെ നമ്മൾ ഓരോ 7 ഇയേഴ്സും കഴിയുമ്പം നമ്മളെ ഷെഡ് ചെയ്ത് നമ്മളെ കവറൊക്കെ മാറ്റി നമ്മളിങ്ങനെ മാറാമെന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കുള്ളിലും മീനിങ് ആയിട്ട് സംഭവിക്കുന്ന ഏതോ ഒരു ഇടമുണ്ട്. ആ ഇടത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉള്ളതുപോലെ അങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ മീനിങ്ങിൽ തട്ടിക്കൊട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ഓരോ ഘട്ടഘട്ടമായി തന്നെ ഏതാണോ കളയേണ്ടത് അത് കളഞ്ഞ് ഏതാണോ എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഒരു GPS വെച്ച് പോണത് പോലെ പോകും. വളരെ സുഖമാണത്. അവിടെ നമുക്ക് അവിടെ കരിയർ ട്രാൻസിഷൻ ആവശ്യമാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇന്നർ കോംപ്ലിക്കേഷനൊന്നുമില്ല, കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. കാരണം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ നോക്കുന്നത് പുറത്തുള്ള കരിയറിലേക്കോ ബിസിനസ്സിലേക്കോ ഒന്നുമല്ല. ചില IITians കണ്ടിട്ടില്ലേ നിങ്ങൾ? സങ്കടത്തൊന്നും നമുക്ക് ആലോചിക്കുമ്പോൾ. കാരണം അവർ IITയിൽ പോയിട്ട് നിർത്തി വന്നിട്ട് പിന്നെ തുടങ്ങുന്നത് കൃഷിയാണ്. എന്നിട്ട് കൃഷിയിൽ കോടികൾ സമ്പാദിക്കുക. അപ്പോൾ മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിജീവികളായിട്ടുള്ള ഇവരിവിടെ പോയത്. അവരുടെ IQ ലെവൽ നോക്കുന്ന സമയത്ത് അവർക്ക് IIT ഓക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ SQ ലെവലിലേക്ക് വരുമ്പം അത് അവർക്ക് മാച്ചിങ് ആയിരുന്നില്ല. ഒരു എൻജിനീയറിംഗ് പ്രൊഫഷൻ അവർക്ക് മീനിങ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്പിരിച്വൽ തേഴ്സ്റ്റിൽ നോക്കുമ്പോൾ, സ്പിരിച്വൽ ഇൻ്റലിജൻസിലേക്ക് നോക്കുമ്പം അവർക്ക് മീനിങ് കൊടുക്കുന്നത് മണ്ണുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവർക്ക് ആ ട്രാൻസിഷൻ എടുക്കൽ വളരെ ഈസി ആയിരുന്നു. കാരണം അവർ നോക്കിയത് എൻ്റെ ഈഗോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IITian ആയിട്ട് നിലനിൽക്കുകയാണോ വേണ്ടത്, മൈക്രോസോഫ്റ്റിലെ ആളായിട്ട് നിലനിൽക്കലാണോ വേണ്ടത്, അതല്ല എൻ്റെ സോളിന് മീനിങ് ഉണ്ടാക്കുന്ന സോയിൽ ടച്ച്, ആ സോളിന് മീനിങ് നൽകുന്ന സോയിൽ ടച്ചുമായിട്ട് പോകലാണോ. അവർക്ക് ആ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്കത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേർ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ ആയിട്ട് റിസർച്ചുകളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പം പ്രൊഫഷൻ ചൂസ് ചെയ്യണതിൽ സാലറി അല്ല സ്കെയിലാക്കി വെക്കുന്നത്, വൈറ്റ് കോളർ ജോബ് എന്നുള്ളതല്ല. ഇപ്പോഴത്തെ പിള്ളേർ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. സാലറി കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് സമാധാനം ഉണ്ടായാൽ മതി. അവർക്ക് യാത്രകൾ പോകണം, ട്രിപ്പ് പോകണം, ഇതിനൊക്കെ പറ്റിയ രീതിയിൽ സാലറി കുറഞ്ഞാലും വേണ്ടില്ല, അത് ആണിപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IT കമ്പനീസിലും ഇവിടെയൊക്കെ ഒരുപാട് വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. കാരണം ഇവോൾവ് ചെയ്തു എത്തും, ആ റിയലൈസേഷനൊക്കെ ആ സൈക്കിളിലേക്ക് ഓരോരുത്തർ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മേഖലകളിൽ സ്പിരിച്വൽ ഇൻ്റലിജൻസിന് നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീനിങ്ഫുൾ മീൻസ് ഫോർ മീ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്കല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മീനിങ്ഫുൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യം അവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ്ഫുൾ എന്നതിൻ്റെ മീനിങ് കണ്ടെത്തിയിട്ട് മതി മീനിങ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ അതിന് ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിലെ ഡിക്ഷണറിയിൽ നിന്നും തന്നെ കിട്ടണം. അതാ പറയുന്നത്, ഓരോരുത്തരിലെയും വേദം, ഓരോരുത്തരിലും പഠിച്ചവൻ മീനിങ്ഫുൾ എത്തുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അത് കണ്ടെത്തുന്നതിനാലോ നമ്മൾ പർപ്പസ് കണ്ടെത്താൻ അറിയാം. ഈ പാഷൻ കണ്ടെത്താൻ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. മീനിങ്ഫുൾ എന്നതിൻ്റെ മീനിങ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുമ്പോഴും അത് പർപ്പസ്ഫുൾ ആകും. മീനിങ്ഫുൾ എന്നതിൻ്റെ മീനിങ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുമ്പോഴും അത് പർപ്പസ്ഫുൾ ആകും. മീനിങ്ഫുൾ എന്നതിൻ്റെ മീനിങ് കണ്ടെത്തിയിട്ട് ചെയ്യുന്ന പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ താനേ പാഷൻ ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ചില ആൾക്കാരുണ്ട്, അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യമൊക്കെ ചെയ്യാൻ എനിക്ക് ഇത്രമാത്രം പാഷൻ കിട്ടുന്നു. കാരണം പണ്ട് ആ കാര്യം ആലോചിച്ചപ്പോൾ അവർക്ക് മടി തോന്നിയതാണ്, അവർക്ക് ഒരു താല്പര്യം തോന്നാത്ത കാര്യമാണ്. പിന്നെ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സെയിം കാര്യത്തിൽ അവർക്ക് അത്രമാത്രം പാഷൻ വന്നു. അതെങ്ങനെ സംഭവിച്ചേ? ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇതെനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഏരിയ പിന്നീട് എങ്ങനെ പെട്ടെന്ന് പാഷനായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്നത് മീനിങ്ങും പർപ്പസും മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നല്ല. നമ്മൾ പർപ്പസ് കണ്ടെത്തുന്നതിന് മുന്നേ, പാഷൻ കണ്ടെത്തുന്നതിന് മുന്നേ സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മീനിങ് കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഫസ്റ്റ്. ആദ്യം മീനിങ് കണ്ടെത്തുക. മീനിങ് കണ്ടെത്തിയിട്ട് ആ മീനിങ്ങിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പം മീനിങ് കണ്ടെത്തിയപ്പം എൻജിനീയറിംഗ് ഞാൻ ഡ്രോപ്പ് ചെയ്ത്, കെമിസ്ട്രി ഞാൻ ഡ്രോപ്പ് ചെയ്ത്, കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള ഡിഗ്രി ഞാൻ ഡ്രോപ്പ് ചെയ്ത്, ഇത് 3 ഡ്രോപ്പ് ചെയ്തിട്ട് ടീച്ചിങ് എനിക്ക് മീനിങ് തന്നു. അപ്പം മീനിങ് എന്നത് ടീച്ചിങ്ങിലായതുകൊണ്ട് ഞാൻ ഒരു ട്യൂഷനെങ്കിലും തൽക്കാലം തുടങ്ങി. അത് പർപ്പസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ പർപ്പസ്ഫുള്ളായിട്ട് ഞാനത് ഫീൽ ചെയ്ത് വന്നപ്പം എനിക്കതിൽ ഭയങ്കരമായിട്ട് പാഷൻ കൂടി വരുന്നവരെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതിനർത്ഥം ഞാൻ ടീച്ചറായിട്ട് ഇരിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അതിലൂടെ ടീച്ചർ തോന്നിയപ്പോൾ അതിലെനിക്ക് പർപ്പസ് കണ്ടെത്താൻ പറ്റി, പർപ്പസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതേ മീനിങ്ങിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിങ്ങിലേക്ക് വരാൻ പറ്റി. ആ മീനിങ്ങിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
പക്ഷെ ആ മീനിങ് എനിക്ക് തന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ചില സമയത്ത് ഞാനൊരു ഒറേറ്ററാണ്, ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് മാറി വിചാരിക്കുക, ആ മീനിങ്ങിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഞാൻ മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് അതും പർപ്പസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റും, അതിൽ പാഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് പാഷൻ ഉണ്ടാകൂ, ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് പർപ്പസ് ഉണ്ടാകൂ, അങ്ങനെയൊന്നുമില്ല. മീനിങ് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എന്തിനേയും പർപ്പസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റും, എന്തിലും പാഷനും കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. എനിക്കൊരിക്കലും താല്പര്യമില്ലാത്ത വിഷയമാണ് ഓൺട്രപ്രണറിയൽ ഏരിയ. കാരണം ഞാൻ +2 സയൻസ് പഠിച്ച ആളാണ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോയ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കോമേഴ്സ് ഏരിയ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ അത്ഭുതമാണ്, ഞാനൊരു കമ്പനിയൊക്കെ റൺ ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ട് ആ പരിപാടിക്ക് തന്നെ കിട്ടൂല. ഈവൻ ടീച്ചിങ് പ്രൊഫഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ഏരിയ, ഫിനാൻഷ്യൽ, ഇങ്ങനത്തെ ഏരിയയിലൊന്നും ഞാൻ തലയിടാറില്ല. എൻ്റെ പാർട്ട്ണറെ ഏൽപ്പിച്ച് ഞാൻ വെറും ടീച്ചിങ് മാത്രം, നന്നായിട്ട് ക്ലാസ് എടുക്കുക, പാരൻസിനെ ക്ലാസ് എടുക്കുക, ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നാച്ചുറലി നമുക്ക് പർപ്പസ്ലെസ് ആയിട്ട് തോന്നിയ, പാഷൻലെസ് ആയിട്ട് തോന്നിയ പല കാര്യങ്ങളും നമുക്കടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ചില നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് ചിലപ്പം ഓക്കെ അല്ലാത്ത, അതുകൂടി നമുക്ക് ഓക്കെ ആക്കി എടുക്കലല്ലാതെ അതും ഓക്കെ ആകുന്ന ഒരു തലമുണ്ട്. സെൻസ് ഓഫ് മീനിങ് കൂടുമ്പം, സെൻസ് ഓഫ് പർപ്പസ് കൂടുമ്പം, സെൻസ് ഓഫ് വിഷൻ കൂടുമ്പം നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പം നാച്ചുറലി നമ്മളത് പിക്ക് ചെയ്യുന്നില്ല. അപ്പം ഈ ടീം തുടങ്ങുമ്പോൾ എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു സ്ട്രക്ചറൊക്കെ ആക്കിയെടുക്കുമ്പം എനിക്ക് നന്നായിട്ടൊരു ഓൺട്രപ്രണറിയൽ പ്രൊസീജിയേഴ്സ് കൂടി വേണ്ടി വരും. ആലോചിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഇങ്ങനെ ചിന്തയായിരുന്നെങ്കിൽ കൂടി എനിക്കറിയാം അത് ഇതിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തെ പോലെ ഞാനിപ്പോൾ ആസ്വദിച്ച് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മീനിങ്ങിൽ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പം പർപ്പസ്ലെസ് ആയി എന്ന് തോന്നിയ പലതിനെയും പാഷനേറ്റ് ആക്കാനും പർപ്പസ്ഫുൾ ആക്കാനും അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കളിക്കുന്ന സാധനങ്ങളാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ നമ്മൾ പലതും ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുമെന്നുള്ളതാണ്. ഇങ്ങനെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇറ്റ്സ് നോട്ട് ലൈക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അറിയുന്നത് ഒരാൾക്കിത് അറ്റനൊന്നല്ല. ഒരാൾക്ക് എല്ലാം ആകാൻ പറ്റുന്ന ഒരു ജാലവിദ്യയുണ്ട്, ഒരു ആൽക്കെമി ഉണ്ട്. ആ ആൽക്കെമിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചിങ്ങിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു അറിയാം? ഞാൻ പഠിച്ചത് സയൻസാണ്. എന്നാൽ ഒരു സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മളെ മെൻറ്റർ ഖദീജ ഹ്യൂമാനിറ്റീസ് എങ്ങാനും എടുത്ത്. അപ്പോൾ ഖദീജക്ക് സോഷ്യോളജി, പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളോട് അടുത്തിരിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർ എക്സാമൊക്കെ വരുമ്പോൾ, +1 എക്സാമൊക്കെ വരുമ്പോൾ ഞാൻ അവരെ പറ്റുന്ന രീതി സഹായിക്കാം. പക്ഷേ ഖദീജ നമ്മളെ കൂടെ നടക്കുന്ന കുട്ടിയാണ്. പക്ഷേ എനിക്ക് ഈ ഏരിയ ആരും ഇല്ല, നമ്മളെ ട്യൂഷനില്ല, ടീച്ചിങ്ങും ഇല്ല, ടീച്ചേഴ്സും ഇല്ല. അപ്പോൾ നമ്മളെ കുട്ടികളല്ലേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പഠിപ്പിച്ചാൽ എനിക്കിത് അറിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഇരുന്നിട്ട് ഖദീജയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകം വായിച്ചാൽ ഇങ്ങനെ വിവരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, എനിക്ക് എവിടുന്നത് കിട്ടുന്നത്? സോഷ്യോളജി പഠിച്ചിട്ട് സോഷ്യോളജിയിലെ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ വിശദീകരിക്കും. അപ്പോൾ ഞാൻ ഇതെവിടുന്ന് വന്നുകൊണ്ടിരിക്കണേ? ബിക്കോസ് ടീച്ചിങ് എന്ന് എൻ്റെ മീനിങ് ഫുൾ സ്പേസിൽ നിന്നുകൊണ്ട് അത് ടച്ച് ചെയ്തപ്പം എനിക്കൊരിക്കലും താല്പര്യമില്ല എന്ന് തോന്നിയ കാര്യമാണ്, ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു അല്ലേ, നമുക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള. അപ്പോൾ ഈ രൂപേണ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റിയപ്പം മീനിങ്ലെസ് ആയിട്ട് തോന്നിയ, പാഷൻലെസ് ആയിട്ട് തോന്നിയ കാര്യങ്ങളെപ്പോലും നമുക്ക് ഭയങ്കര രസകരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ പല പല ഘട്ടങ്ങളിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ല. ഒരാൾ ചോദിച്ചു, അപ്പോൾ 80-20 റൂള് എന്ന് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, 80-20 റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇവിടെ ഓൺട്രപ്രണറൽ സ്പേസിൽ ഞാനുണ്ട് എന്നതുകൊണ്ട് ഇതിൻ്റെ അക്കൗണ്ട്സിൽ ഇരുന്ന് കുത്തി എഴുതുന്ന ആൾ ഞാനല്ല. ഐ മീൻ ഓൺട്രപ്രണർ, മനസ്സിലായല്ലേ? നിങ്ങൾക്ക് ഈ ഓൺട്രപ്രണർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കമ്പനി ആയിട്ട് രജിസ്റ്റർ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിറകിൽ ചെയ്യണം. ഇതെല്ലാം ഞാനല്ല ചെയ്യണത്. ഇതിൻ്റെ സിസ്റ്റം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. എൻ്റെ ഏരിയ എല്ലാഞ്ഞിട്ട് കൂടി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഏരിയ ആയിട്ട് കൂടി എനിക്കത് ആവശ്യം, ഇപ്പോൾ താല്പര്യത്തോടു കൂടി അത് എടുത്തു വെക്കാനും അതിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ പക്കായിട്ട് അതിന് പറ്റിയ ആളുകൾക്ക് ലെവറേജ് ചെയ്യാനും പറ്റി. ഇപ്പോൾ അക്കൗണ്ടിങ് എൻ്റെ ഏരിയ അല്ല, എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമില്ല എന്നതുകൊണ്ട് ഞാൻ ബിസിനസ് കൊടുക്കില്ല പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പല ആൾക്കാരും അങ്ങനെയാണ്. ചില കോഴ്സിന് മാത്രമേ ഈ സബ്ജക്റ്റ് ഉണ്ട് അതെനിക്ക് ഇഷ്ടമില്ല എന്നുകൊണ്ട് ആ കോഴ്സ് ഒഴിവാക്കി കളയുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, ഈ വിഷയം എനിക്ക് പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ അതിനോടൊപ്പം ചേർത്തിൻ്റെ വേറെ 3-4 ടോപ്പിക്സ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, അതെനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ഈ വിഷയം പഠിക്കൽ അത്യാവശ്യം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടും മറ്റത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മെല്ലെ അതിലൂടെ കയറി പോകുന്ന സിസ്റ്റം നമ്മൾ കാണാറുണ്ട്, രണ്ടും കാണാറുണ്ട് എന്നുള്ളതാണ്. So that's it. So think of developing your spiritual intelligence and integrating it to each and everything that you are doing. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലേക്കും എങ്ങനെ ആ സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരാൻ പറ്റും നോക്കാം. അതിൻ്റെ മീനിങ് ചോദിക്കാമെന്നുള്ള. കുട്ടിയെ
വളർത്തുന്നതിലൂടെ എനിക്ക് എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് കുട്ടിയെ വളർത്താൻ പറ്റും? കുട്ടിയെ മീനിങ് ഫുൾ ആയിട്ട് വളർത്തുക എന്നതുകൊണ്ട് നിങ്ങൾ മീൻ ചെയ്യുന്നത് എന്താണ്? അപ്പോഴായിരിക്കും നമ്മളുടെ മീനിങ് അല്ലാതെ കുട്ടിക്ക് മീനിങ് ഉണ്ടാക്കി കൊടുക്കണതിനെ പറ്റിയ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കും അറിയില്ല. അപ്പോഴായിരിക്കും ബാധ്യത, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്ന സാധനം എനിക്കെന്ത് മീനിങ് ആണ് തരുന്നത്? അങ്ങനെ ആ മീനിങ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികളെ നോക്കുന്നു, കുട്ടികളൊക്കെ നോക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞു പോകുന്നത്. വീട്ടിലത്തെ കാര്യമൊക്കെ ചെയ്യാനുണ്ട്, ഇതൊക്കെ തന്നെ. അപ്പോൾ ആ സംസാരത്തിലുണ്ട് മീനിങ്ലെസ് ആണത്, പാഷൻലെസ് ആണത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കത് മീനിങ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുന്നില്ല, നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നില്ല. ചില സമയത്ത് ആസ്വാദനമൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല എല്ലാ സമയത്തും. പക്ഷെ ആസ്വാദനം കിട്ടുന്നില്ലെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ വേറെ ഏതൊക്കെ മൂഡിലൊക്കെ ആയിരിക്കും, എങ്കിൽ കൂടി അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാവില്ല എന്നുള്ള. പിന്നീട് ആലോചിക്കുമ്പം അതിന് വേറെ കുറേ തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്സ്. സോ ബ്രിങ് ദാറ്റ് കോൺഷ്യസ്നെസ് ഇൻ ടു യുവർ മൈൻഡ് ആൻഡ് ആസ്ക് ബിഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് മീനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, മിസ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ വലിയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിലെ രഹസ്യം? ഞാൻ എന്താണ്? ഹു ആം ഐ? ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്തിനാണ് എനിക്ക് കണ്ണ്? എന്തിനാണ് ഈ കൈ? എന്തിനാണ് ഈ കാല്? എന്തിനാണ് ഈ മനുഷ്യർ ഇവിടെ ഉള്ളത്? എന്തിനാണ് കുടുംബം? എന്തിനാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്? എന്തിനാണ് വിദ്യാഭ്യാസം എന്നൊക്കെ അവർ ചോദിക്കുമ്പം ഒരു കാര്യം കുറേ തലമുറകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ആചാരമാവും, പിന്നെ സംസ്കാരമാവും. അപ്പോൾ എന്തിനെന്നുള്ളത് മറന്നു. അവിടെയാണ് പ്രശ്നം. വൈ? ഫാമിലി ഉണ്ടാകുന്നതിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്, അതിനൊരു മീനിങ് ഫുൾ ഇൻറ്റൻഷൻ ഉണ്ട്. വൈ ഫാമിലി എന്ന് ചോദിച്ചാൽ, എന്നാൽ ഇന്ന് നമുക്ക് പല ആൾക്കാരുടെ എന്തിനാ ഫാമിലി ചോദിച്ചാൽ, പ്രായ പിന്നെ കല്യാണം കഴിക്കണ്ടേ, മക്കളൊക്കെ വേണ്ടേ, കുടുംബമൊക്കെ വേണ്ടേ, അങ്ങനെയല്ലേ നാട്ടുനടപ്പ് ഇന്ന് അങ്ങോട്ട് ചെയ്യന്നെ. അപ്പോൾ മീനിങ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? മീനിങ് എന്താണെന്നൊന്നും അറിയില്ല, കുറച്ച് കാലത്തേക്ക് കിട്ടുന്ന കുറച്ച് മീനിങ് ഉണ്ട്. വിവാഹമൊക്കെ വരുമ്പം, അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടാകുമ്പം, വീടൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ തന്നെ ലൈഫ് എന്ന് പറഞ്ഞു പോകുമ്പം മീനിങ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് മീനിങ്ലെസ് ആയിട്ടുള്ള പലതിലും എന്തൊക്കെയോ മീനിങ് ഉണ്ടാക്കിയിട്ട് കുറേ സംഭവം അങ്ങ് കാട്ടിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. എത്ര മീനിങ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തിന് വിവാഹം എന്ന് മാത്രമല്ല, എന്താണ് അതിൻ്റെ മീനിങ് അവിടെയും നിൽക്കുന്നില്ല. എന്താണ് ആ മീനിങ്ങിൽ നിന്നും എൻ്റെ മീനിങ്, എനിക്കുള്ള മീനിങ് എന്താണ് എന്നതുകൂടി കണ്ടെത്തി കഴിഞ്ഞാൽ അലൈൻഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റൻഷൻ ആൻഡ് മീനിങ്, ആ അലൈൻമെൻറ്റ് സംഭവിച്ചു കഴിയുമ്പം എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, എല്ലാം രസകരമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യണം. നമ്മളെ പരിശീലിപ്പിച്ചത് ചോദിക്കാതെ ജീവിക്കാനാണ്, നാട്ടുനടപ്പ് അനുസരിച്ച് ജീവിക്കാനാണ്. അങ്ങനെ ചെയ്യണ്ടേ എന്നല്ല. ഈ നാട്ടുനടപ്പ് അനുസരിച്ച് ജീവിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ നടപ്പ് മാത്രമാകരുത് എന്നുള്ളതാണ്. നടപ്പിനപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ നമ്മൾ അറിയണം. അത് മനസ്സിലാക്കിയിട്ട് നാട്ടുനടപ്പ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ എനിക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെ എനിക്ക് ആവശ്യമില്ലാത്തത്. അത് അല്ലാത്തത് കൊണ്ടാണ് കുറേ കഴിയുമ്പോൾ തലമുറകൾ എന്നുള്ളത് പൊളിക്കുന്നത്. കാരണം ദേ ഡോണ്ട് ഗെറ്റ് എനി മീനിങ് അബൌട്ട് ഇറ്റ്. അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മളതിൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അടുത്ത തലമുറക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരത് പൊളിക്കും. മീനിങ്ലെസ് ആയിട്ടുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സോ ഫൈൻഡ് ദ മീനിങ്. എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ പ്രയറിൻ്റെ മീനിങ്? നിങ്ങൾ പ്രയർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പറയുന്ന പ്രയറിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാനല്ല പറയുന്നത്. പ്രയർ എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള പ്രയർ കണ്ടെത്തുന്നുള്ളതാണ്. ഓരോ രീതികളിലേക്ക് അത് മാറുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പാരൻറ്റിങ് എന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ മീനിങ്? ഈ ഓരോന്നിനും മീനിങ് ചോദിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യമില്ലേ, ആ ചോദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ മീനിങ്ങിലേക്കാണ്. അതിലേക്ക് എത്താത്തോടത്തോളം കാലം നമ്മളെക്കൊണ്ട് ജീവിതം ഒരുപാട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ അടിച്ചമർത്താനുള്ള ഈഗോ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും. അതങ്ങനെയൊക്കെ തന്നെയാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ, കൂടുതലൊന്നും ആലോചിക്കേണ്ട. ലോകം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്കൂളിലൊക്കെ പഠിക്കും പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ അങ്ങ് വെച്ചേക്കാം, അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്ത് മീനിങ്ങാണ് നമുക്ക് കിട്ടുന്നത്? ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പറ്റിക്കലിൻ്റെ പാഠത്തിലൊന്നാണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെയൊക്കെ തന്നെ. ആ ടീച്ചറിന് അതിൻ്റെ മീനിങ് കിട്ടിയിട്ടില്ല. ആ ടീച്ചറിന് മീനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സബ്ജക്റ്റ് ഇങ്ങനെയായിട്ട് നമുക്ക് തോന്നുമായിരുന്നില്ല. ഇത് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അത് പിന്നെ കുറച്ചൊക്കെ ഇതാണ് മനസ്സിലാക്കാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ടീച്ചർ ഡിഡിൻ ഗെറ്റ് ദ മീനിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ മീനിങ് അറിയുന്നവരോട് ചോദിക്കുക, ഭാഷാർത്ഥം അറിയുന്നവരോടല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്ച്വലി മീൻ? പടച്ചോൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ബാപ്പ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നാട്ടുകാരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? പഠിച്ചവൻ്റെ ഉദ്ദേശവും നാട്ടുകാരൻ്റെ ഉദ്ദേശവും ബാപ്പയുടെ ഉദ്ദേശവും ഇത് മൂന്നും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 3 ഉദ്ദേശങ്ങൾ ഇങ്ങനെ കിടക്കും. ഇതിൽ ഏതെടുക്കണോ? അപ്പോൾ ബാപ്പയ്ക്ക് നടുവിൽ
നാട്ടുകാരുടെ എടുത്താൽ മതി, അതപ്പം നല്ലത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഇതങ്ങോട്ട് നീക്കി വെച്ചെന്നുള്ള. എന്നാൽ അവൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പം നമ്മൾ മീനിങ് കണ്ടെത്തുന്നുണ്ട്. നമ്മൾ മീനിങ്ങിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം സംവിധാനിച്ചതിലൂടെ സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ കവിത എഴുതി വെച്ചതിലൂടെ കവി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കവിയുടെ ഉദ്ദേശത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് നമ്മളുടെ മീനിങ് കണ്ടെത്താൻ പറ്റും. കവിയുടെ ഉദ്ദേശം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആരുടെയൊക്കെയോ ദുരുദ്ദേശങ്ങളായിരിക്കും നമ്മുടെ മീനിങ് ആയിട്ട് മാറണമെന്നുള്ള. ആരുടെയൊക്കെയോ ദുരുദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ മീനിങ് ആയി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മീനിങ് ഫുൾ ആവുന്നുള്ള, മീനിങ്ലെസ് ആകുമെന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ചോദിക്കുക, മീനിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കുക. ഓരോ കാര്യങ്ങളും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രസമായിരിക്കും എന്നുള്ള. അപ്പോൾ നമ്മളൊരു സീക്കറായിട്ട് മാറുന്നത്, ഒരു അന്വേഷി അല്ലെങ്കിൽ ഒരു ആത്മ അന്വേഷി. കാരണം അവർക്ക് ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് മതിയാകൂല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ മീനിങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അറിയണം എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ അവരോട് ഇങ്ങനെ കുറേ പറയും, അവർക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരുടെ ആത്മാവിന് അർത്ഥമുള്ള തലത്തിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ആത്മാവിന് അർത്ഥമുള്ള കോലത്തിൽ പറയാൻ വേണ്ടി നമുക്ക് പറ്റണമെന്നുള്ളതാണ്. ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് പറയാം, മോളെ നിൻ്റെ നല്ലതിനാ മോളെ പറഞ്ഞത്, എത്ര നീ എന്താ കേൾക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സിൻസിയറായിട്ട് പറയുന്നു. നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞു, സിൻസിയർ ആയിട്ടല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നു, സിൻസിയർ ആയിട്ടല്ല എന്നുള്ള. സിൻസിയർ ആക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുടെ, കേൾവിക്കാരൻ്റെ ആത്മാവിന് അർത്ഥമുള്ള രീതിയിൽ, ആത്മാവിൻ്റെ അർത്ഥാംശമുള്ള രീതിയിലായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താണ് അതൊന്ന് എടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. ഞാനൊരു കാര്യം പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ മീനിങ്ങിൽ നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ മീനിങ് ആണ് കിട്ടേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ മീനിങ് കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെത് അടിച്ചേൽപ്പിക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടി കൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോരുത്തരുടെ മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. അവരുടേതായ മീനിങ്ങിലൂടെ അവർ കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ ദൈവത്തിന് എത്രോരം മീനിങ്ങുകളാണ് ലോകം കൊടുത്തിരിക്കുന്നത്, മനുഷ്യന്മാർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, ഒറ്റ ദൈവത്തിന് വ്യത്യസ്തമായ മീനിങ്ങുകൾ കൊടുത്ത് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാകുന്നു, ആചാരങ്ങൾ ഉണ്ടാകുന്നു, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ സംഭവിച്ചു പോകുന്നുള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തർ കൊടുത്ത മീനിങ്ങിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണ്. ഒറ്റ വേദം കൊണ്ട് തന്നെ എത്രത്തോളം അടിപിടികളായി ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റ വേദം കൊണ്ട് തന്നെ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഈ ലോകത്തിലുണ്ടായത്. വേദം പ്രശ്നം കൊണ്ടുവന്നതല്ല, വേദം മീനിങ് കൊടുത്തപ്പോൾ, ഓരോരുത്തരുടെ ഇന്നർ മീനിങ് കൊടുത്തപ്പം ഇന്നർ മീനിങ് കറക്റ്റ് ആയില്ല എന്നുള്ള. അപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള മീനിങ് കറക്റ്റ് ആവുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വാട്ട് ഈസ് മീനിങ് ഫുൾ മീൻസ് ടു മീ. മീനിങ് ഫുൾ ആയിട്ട് എന്ന് പറയുമ്പം പർപ്പസും പാഷനും ഒക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് മീനിങ്ങിനെ പറ്റി ചിന്തിക്കുക, മീനിങ് ഫുൾ എന്ന സ്പേസിനെ പറ്റി ചിന്തിക്കുക. ബാക്കി നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.